ഇന്ന് നമ്മൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഒരു കൊച്ചു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്. കുഞ്ഞൻ ചാളയാണ്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ ഇത് എണ്ണത്തിൽ കൂടുതൽ കാണും. കുറേ സമയം എടുക്കണം ഇത് വൃത്തിയായി കിട്ടണമെങ്കിൽ. പൂച്ചകളുടെ പുറത്ത് നല്ല വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. മീൻ വെട്ടുന്ന സമയത്ത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. മീനൊക്കെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഒരു ചട്ടി മീനുണ്ടായിരുന്നു. വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, എല്ലാവരും നിന്ന് കരയുക. അവർക്ക് മീൻതല കൊടുത്തിട്ട് വരാം. മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മീൻ പീര ഉണ്ടാക്കാം, കുറച്ച് വറക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു കോവയ്ക്ക പറിച്ചുകൊണ്ട് വരണം. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക പറിച്ചിട്ട് വരാവേ. നമ്മൾ കോവയ്ക്ക പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് കോവയ്ക്കയാണ്. രാസവളമൊന്നും ചേർക്കാത്ത, ഇടാത്ത, വിഷമൊന്നും അടിക്കാത്ത നല്ല കോവയ്ക്കയാണ്. കോവയ്ക്ക ഉള്ള കാരണം മിക്ക ദിവസം ഇവിടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി തോരനൊക്കെയാണ്. അപ്പോൾ ഇത് കഴുകിയെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാൻ കോവയ്ക്ക അരിഞ്ഞോണ്ടിരിക്കുവാണ്. ഒരുപാട് കോവയ്ക്കൊന്നും കിട്ടാറില്ല കേട്ടോ. ദിവസം കുറേശ്ശെ കിട്ടും. കോവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞ് ഇനി കോവയ്ക്കയിലേക്ക് ഇടാനുള്ള സവാള അരിഞ്ഞെടുക്കും. കോവയ്ക്കയിൽ ആവശ്യമുള്ള സവാള, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടവുമാണ്. നമ്മൾ തെർമൽ കുക്കറിൽ നിന്ന് ചോറെടുത്ത് ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സമയത്ത് നമുക്ക് കോവയ്ക്കയിലേക്കുള്ള പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേകാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. മെഴുക്ക് പുരട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. കൂടാതെ കുറച്ച് മോര് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടി ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് റെഡിയാക്കി എടുക്കാം. തോരന് വേണ്ടിയുള്ള തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം.
കോവയ്ക്കയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. ഇത് തെർമൽ കുക്കറിലേക്ക് എടുത്തു വെക്കാം. നമ്മൾ മീൻ തോരൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇനി കോവയ്ക്ക് നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. മെഴുക്ക് പുരട്ടി കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. മോര് കറിക്ക് വേണ്ടിയുള്ള മോര് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കാതെയാണ് ഈ മോര് കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ആ സ്റ്റൗവിലേക്ക് ഞാൻ മോര് കറി ഉണ്ടാക്കാനായിട്ട് മോര് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മോര് ചൂടായിട്ടുണ്ട്. മോര് കടുക് വറുക്കാനായിട്ട് ഒരു കുഞ്ഞു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ കൂടി കടുക് പൊട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. മുമ്പൊന്നും ഞാൻ ഉലുവ ചേർക്കാറില്ലായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി. ഇത് എരി പൊതുവെ കുറവാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. അപ്പം മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് തുടങ്ങാം. മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതുണ്ടാക്കിയ പാത്രം പെട്ടെന്ന് അങ്ങ് കഴുകി വെക്കാമല്ലോ. മീൻ തോരനും റെഡിയായി. ഇനി ഈ സ്റ്റൗവിലേക്ക് നമുക്ക് മീൻ വറുക്കാനായിട്ട് പാൻ വെക്കാം. ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് വാർത്തെടുക്കാം. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാൻ. കറിവേപ്പില എടുത്തത് തീർന്നു പോകും. കുറച്ച് മീനെ ഞാൻ വറുക്കുന്നുണ്ട്. ബാക്കി ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഇത്രയും മീൻ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം. നാളെ എടുക്കാം. മീനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അടച്ച് വെച്ചാണ് മീൻ വറുത്തെടുക്കുന്നത്. മീൻ തോരനും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
മീനൊന്ന് മറിച്ചിടാം. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി. അപ്പം ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. മീൻ വറുത്തതൊക്കെ റെഡിയായി. അപ്പം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.